കേന്ദ്രമന്ത്രിയെന്നോ സുരേഷ് ഗോപിയെന്നോ നേതാവെന്നോ ഒന്നും വിളിക്കുന്നില്ല. ഞാൻ സുരേഷെന്ന് വിളിക്കുന്നു. ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ കുറച്ച് ആത്മാർത്ഥത തോന്നാനാണ് ഇത് വീഡിയോ ആയിട്ട് അയക്കുന്നത്. 2 ദിവസം മുമ്പ് പത്രവാർത്ത കണ്ടു. അഭിനയിക്കുന്നത് കൊണ്ട് ഈ കേന്ദ്രമന്ത്രി സ്ഥാനം ഇല്ലെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു സംഗതി. സുരേഷിലൊരു നടനുണ്ട്. സുരേഷ് അഭിനയിക്കേണ്ടവനാണ്. സുരേഷ് ഇനിയും അഭിനയിക്കണം. സുരേഷിൽ വളർന്നു വരുന്ന ഒരു നടനെ ഞാൻ കാണുന്നുണ്ട്. ഈ മൺചിത്രത്താഴ് ഇപ്പോൾ അടുത്ത് റിലീസ് ചെയ്തല്ലോ. അത് 31 വർഷം മുമ്പ് റിലീസ് ചെയ്തപ്പം എല്ലാവരും ശോഭന ലാൽ 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 എന്നൊക്കെ പറഞ്ഞിരുന്നു. പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ശോഭനയ്ക്കും ലാലിനും ഒക്കെ മെസ്സേജ് അയച്ചു. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭനയുടെ അഭിനയം ജ്വലിച്ചത്, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അഭിനയം ജ്വലിച്ചത് സുരേഷ് ഗോപി എന്ന നടൻ്റെ പ്രതികരണങ്ങളിലൂടെയാണ്. എൻ്റെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ വാട്ട് ഈസ് ആക്ടിങ് എന്ന് ചോദിച്ചാൽ, ആക്ടിങ് ഈസ് എ സൈലന്റ് റിയാക്ഷൻ ബിറ്റ്വീൻ 2 ഡയലോഗ്സ്. അങ്ങനെ സുരേഷ് ഗോപിയുടെ സൈലന്റ് റിയാക്ഷൻ ശോഭനയുടെ ആക്ടിങ്ങിനെ ജ്വലിപ്പിച്ചിട്ടുണ്ട്. മൊത്തം പടത്തിൻ്റെ കഥയെ ജ്വലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന നടൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത ജോഷിക്ക് വേണ്ടി ചെയ്ത് പടം കണ്ടു. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അമിതാഭ് ബച്ചനെ പോലെ സുരേഷ് ഗോപി കാലകാലം ഈ മലയാള സിനിമയിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ തമ്മിൽ പല പടങ്ങളും ചെയ്തിട്ടുണ്ട്. സുരേഷ് ഇവിടെ ഉണ്ടാകണം. സുരേഷിൽ ആക്ടിംഗ് ഉണ്ട്, കലാകാരനുണ്ട്. ആ ആക്ടർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആക്ടിംഗ് എന്നുള്ള പാഷൻ കൊണ്ട് ദൈവകൃപയാൽ ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ സ്ഥാനത്തിന് ഒരു കോട്ടവും വരാതെ സൂക്ഷിക്കുക എന്നൊരു കടമയും സുരേഷിനുണ്ട്. അപ്പം ഞാൻ വ്യക്തിപരമായി പറയുകയാണ്, എനിക്ക് ന്യായം എന്ന് തോന്നുന്ന ഒരു കാര്യം വേണമെങ്കിൽ കേന്ദ്രത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവുണ്ടല്ലോ. സുരേഷ് ഗോപി അവിടെ ഉണ്ട്. സുരേഷ് ഗോപിയോട് പറഞ്ഞാൽ കൊള്ളാം. അതുപോലെ എത്രയോ പേരുണ്ട്. അപ്പം സുരേഷിനെ പോലെ ഒരു യഥാർത്ഥ ഭാരതീയാണ് അവിടെ വേണം സുരേഷ്. അത് ഈ സുരേഷ് 5 വർഷവും പൂർത്തീകരിക്കണം. തൃശ്ശൂർകാർ ജയിപ്പിച്ച് വിട്ടത് BJP-കാരനെന്നോ UDF-കാരനെന്നോ LDF-കാരനെന്നോ നോക്കിയിട്ടല്ല, ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ നോക്കിയിട്ടല്ല. സുരേഷ് ഗോപിയിൽ അവരൊരു ഭാരതീയനെ കണ്ടത്. സുരേഷ് ഗോപിയും രാധികയും കൂടി കാൽവരിയിലെ യേശുവിനെ കുറിച്ച് പാട്ടൊക്കെ കേട്ട് എനിക്ക് രോമാഞ്ചമുണ്ടായതാണ്. അപ്പം ആ കൃപ അതൊരു കൃപയാണ്, ദൈവകൃപയാണ്. അതിനെ മാനിക്കണം, അതിൻ്റെ നേതാക്കളെ മാനിക്കണം. അത്രയും തന്നെ മാനിക്കേണ്ടവരുമാണ് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂർകാരൻ. അതുകൊണ്ട് അതും വേണം, ഇതും വേണം. ആലോചിച്ച് തീരുമാനമെടുക്കുക. സിനിമയിൽ വേണം സുരേഷ് ഗോപി, അതുപോലെ തൃശ്ശൂർകാർക്ക് വേണം.